വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വാദത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഈ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുകയാണ്. ഏറ്റവും പ്രധാനം, ഒരു സ്വത്ത് വഖഫാണോ എന്ന് തീരുമാനിക്കുന്നത് കളക്ടർ അല്ല എന്ന് സുപ്രീം കോടതി പറയുകയാണ്. വഖഫ് സ്വത്തുകൾ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നതുൾപ്പെടെയുള്ള ഏറ്റവും നിർണായകമായ നിരീക്ഷണങ്ങളിലേക്ക് കോടതി കടക്കുന്നു. സിബി ജോസഫ് ഉണ്ട്. സിബി, ഒരു ഇടക്കാല ഉത്തരവ് ഇന്നില്ല എങ്കിൽ പോലും ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെയും അനുകൂലമായ നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വഖഫ് കൗൺസിലിൽ ഉൾപ്പെടെ മുസ്ലിം ഇതര അംഗങ്ങൾ വരുന്നതിനുള്ള തീരുമാനം. രണ്ടാമതായി, ഏതെങ്കിലും ഒരു വഖഫ് സ്വത്തിൽ ഒരു തടസ്സ ഹർജി വന്നാൽ ആ നിമിഷം തന്നെ അത് വഖഫ് അല്ലാതായി മാറും എന്നുള്ള പുതിയ നിയമ ഭേദഗതി. ഇത്തരം കാര്യങ്ങളിലൊക്കെയും സുപ്രീം കോടതി ഇപ്പോൾ സംശയം ഉന്നയിക്കുകയാണ്. ആ നിലയിലല്ല എന്ന് വ്യക്തമാക്കുകയാണല്ലേ? വർഷ തീർച്ചയായും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു ഹർജിക്കാർ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നൽകുന്ന ഓരോ വാദങ്ങളും അതെല്ലാം തന്നെയും സുപ്രീം കോടതി അഭിപ്രായങ്ങളും നിരീക്ഷണവും എല്ലാം തന്നെയും ഏറെ പ്രധാനമാവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു നിയമ ഭേദഗതിയില് ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ഒരു സ്വത്ത് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കളക്ടർ ആണെന്നായിരുന്നു ഈ നിയമ ഭേദഗതിയിൽ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു കളക്ടർ എങ്ങനെ തീരുമാനിക്കും ഈ ഒരു സ്വത്ത് വഖഫ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ഒരു കളക്ടർ തീരുമാനിക്കുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കളക്ടർക്ക് ഈ കാര്യത്തിൽ അന്വേഷണം നടത്താം, പക്ഷെ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയില്ല. കളക്ടർക്ക് അന്തിമ ഒരു സ്വത്തിൽ അന്വേഷണം നടത്തുമ്പോൾ അത് വഖഫ് അല്ലാതായി തീരുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതിൽ കോടതികളാണ് ഇതിന്റെ ഒരു അവസാന വാക്ക് പറയേണ്ടത്. ഒരിക്കലും ഒരു കളക്ടർക്ക് അല്ലെങ്കിൽ ഒരു പാർലമെന്റിനോ ഇത്തരത്തിൽ ഒരു നിയമ ഭേദഗതിയിലൂടെ ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമില്ല എന്ന് തന്നെ സുപ്രീം കോടതി പറയുകയാണ്. ഇതിൽ കോടതികൾക്കാണ് അതിന്റെ അധികാരമെന്നും വ്യക്തമാക്കുകയും ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് എങ്ങനെ ഒരു കളക്ടർ തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖാന്റെ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ വഖഫ് സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യുന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വഖഫിന്റെ ബോർഡുകളിലും കേന്ദ്ര വഖഫിന്റെ കൗൺസിലെല്ലാം തന്നെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണമെന്നൊരു നിബന്ധന ഇതിൽ ഏറ്റവും പ്രധാനമായതും ഏറ്റവും